ഇസാക്ക്, ട്രംപ് ഗസ പദ്ധതി ഉപേക്ഷിച്ചോ? ട്രംപിന്റെ ലക്ഷ്യമെന്ത്? ട്രംപ് നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ട്രംപ് അപ്രവചനീയമായ ഒരു വ്യക്തിയാണ് എന്നുള്ളത്. ട്രംപിനെ കുറിച്ച് പ്രവചിക്കാൻ സാധ്യമല്ല എന്നുള്ളത്. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷമുണ്ടായ ഓരോ നടപടികളും വിലയിരുത്തുമ്പോൾ അദ്ദേഹം നടത്തുന്ന കാര്യങ്ങൾ, അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ, അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ, അദ്ദേഹം നടത്തുന്ന ഭരണ നടപടികൾ എന്നുള്ളത് പലപ്പോഴും വലിയ കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യൻ വിഷയത്തിൽ, ഫലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഹമാസിനോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ദികളെയൊക്കെ മോചിപ്പിച്ച് ഇസ്രായേലിന് കൈമാറണം, ഇല്ലെങ്കിൽ ഗസയിൽ ഞങ്ങൾ നരകമാക്കുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ആദ്യം നടത്തിയത്. ഭരണത്തിലേറിയതിനു ശേഷം അദ്ദേഹം ആദ്യം നടത്തിയത്. ഞാൻ ഒരു നിശ്ചിത കാലയളവ്, അതായത് അന്ന് പറഞ്ഞ കാലയളവ് ജനുവരി ആണെന്ന് തോന്നുന്നു, ജനുവരി വരെയുള്ള ഈ ഒരു സമയം വരെ നിങ്ങൾക്ക് സമയം തരുന്നു. അതിനുള്ളിൽ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും നിങ്ങൾ എന്താക്കണം, ഈ ഇസ്രായേലിന് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഗസയെ നരകമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്നുള്ളത്. അതേ ട്രംപാണ് ഇപ്പോൾ പറയുന്നുള്ളത്, ഗസയിൽ നിന്നും ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. അങ്ങനെ വൈരുദ്ധ്യമായ നിലപാടുകൾ പല സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഗസയെ ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണ്, അവിടെ റിസോർട്ടുകൾ പണിയുന്നു, അവിടുത്തെ ജനതയൊക്കെ മാറ്റാൻ പോകുന്നു അവിടെ നിങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ പ്രത്യേക പദ്ധതി പാക്കേജാണ് അതിനു വേണ്ടി തയ്യാറാവുന്നത്. ഗസയിലെ ഉള്ള ഫലസ്തീനികളെ മൊത്തം ഈജിപ്തും ജോർദാനും മറ്റുള്ള രാജ്യങ്ങളും സ്വീകരിക്കണമെന്നും, സൗദി അറേബ്യ അടക്കം അവർക്ക് ഉള്ള ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും, അവരെ ആ രാജ്യങ്ങളിലേക്ക് മാറ്റണമെന്നും എന്നുള്ള പ്രസ്താവനയാണ് തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ അവിടെ ഗസയിൽ ഞങ്ങൾ ഒരു വലിയ റിസോർട്ടും ബന്ധപ്പെട്ട, നിലവിൽ അവിടെ ഇസ്രായേലിന് അതിക്രമം കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അദ്ദേഹം തന്നെ പറയുകയാണ്, ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് ഇനി അവിടെ ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു ഭൂമിയായിട്ട് അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ മാറിത്തരണം, ഞങ്ങൾ അവിടെ ക്ലീൻ ആൻഡ് നീറ്റ് ചെയ്തുകൊണ്ട് അവിടെ റിസോർട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോകുന്നു എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇതിനെതിരെ അറബ് രാജ്യങ്ങളടക്കം, പ്രത്യേകിച്ചും സൗദി അറേബ്യ അടക്കം, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ തുടർന്നു പോന്നിരുന്ന ജോർദാനും ഈജിപ്തും തുടങ്ങിയ സർവ്വ അറബ് രാജ്യങ്ങളും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. ഫലസ്തീനികളുടെ ഭൂമി ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്, ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുലയാണ് ഖത്തർ അടക്കം എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചത് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു നിലപാടിൽ. അങ്ങനെ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമാക്കി ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കണമെന്നുള്ള നിലപാട് ഈ അറബ് രാജ്യങ്ങളും സ്വീകരിച്ചു എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. ട്രംപിന്റെ നിലപാടുകളോട് ഐക്യപ്പെടാൻ അവർ തയ്യാറായില്ല. പ്രത്യേകിച്ചും ട്രംപ്, അമേരിക്കയോ അല്ലെങ്കിൽ ട്രംപോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ തന്നെ അനുസരിക്കുന്ന ഒരു പ്രവണതയാണ് ജോർദാനെയും ഈജിപ്തിനെയും സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർ അത്തരം ഒരു നിലപാടിൽ എടുക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും അതുപോലെ തന്നെ ഈജിപ്തുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയെ പറ്റി പറയേണ്ടത്. ഇതിൽ ഹമാസ് പ്രതികരിച്ചത് ആദ്യം തന്നെ, ഫലസ്തീൻ എന്നുള്ളത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇവിടെ നിന്നും ഒരാളും മാറി തരുകയില്ല എന്നും ഗസയിലെ ജനങ്ങളും ഇത് തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമാക്കി ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാജ്യം, ഞങ്ങൾ ഇനി വരുന്നത് തൂഫാനുൽ അക്സ അഥവാ ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതും അങ്ങനെയുള്ള ഒരു പ്രസ്താവനയാണ് ഹമാസ് ഇതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, വലിയ രീതിയിലുള്ള ബോംബ് വർഷങ്ങൾ, വെടിക്കോപ്പുകൾ കൊണ്ട് നേരിട്ട, അതിനെ നിശ്ചയദാർഢ്യത്തോടു കൂടി നേരിട്ട ഒരു ജനതയെ അല്ലെങ്കിലും ട്രംപിനൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതും അവരെ നാട് കടത്താൻ കഴിയില്ല എന്നുള്ളതുമാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയും വലിയ അതിക്രമം, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു അതിക്രമം, അധിനിവേശം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഗസയിൽ നടത്തി, നിരവധി കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി, സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തി, വലിയ രീതിയിലുള്ള ഹോസ്പിറ്റലുകൾ ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തി, മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തി, ഇങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടന്നു. അവിടെ മനുഷ്യജീവൻ സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി, 80% പാർപ്പിട സമുച്ചയങ്ങളും ഇല്ലാതാക്കി.
ഇത്രയും വലിയ അതിക്രമം നടത്തിയിട്ടും അവിടുത്തെ ജനത പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കും, ഇവിടെ തന്നെ ജീവിക്കും, ജീവിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കും, മരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ മരിക്കുമെന്ന്. മരിക്കാൻ തീരുമാനിച്ച ഒരു ജനതയെ അല്ലെങ്കിലും എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയും ഇസ്രായേലിനും തോൽപ്പിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കൃത്യമായിട്ട് ഗസയിലെ ജനങ്ങൾ, ഫലസ്തീനിലെ ജനങ്ങൾ, ഫലസ്തീനിയൻ ജനത പറയുന്നു, ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഞങ്ങളുടെ നിശ്ചയദാർഢ്യം, ഞങ്ങളുടെ അവകാശ പോരാട്ടങ്ങളിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്ന്, ഞങ്ങളെ കൊന്നോളൂ എന്ന്. ലക്ഷക്കണക്കിനുള്ള ആളുകളെ കൊന്നൊടുക്കി ഒരു കുടുംബത്തിലെ തന്നെ മുഴുവൻ ആളുകളെയും 10ഉം 20ഉം ആളുകളെ നഷ്ടപ്പെട്ട ആളുകൾ, അവരുടെ മാതാക്കളോ പിതാക്കളോ ആ കുടുംബത്തിൽ നിന്നും ബാക്കിയായ ഏക സന്തതിയോ ആണ് ഈ വാക്യങ്ങൾ പറയുന്നുള്ളത് എന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യമുള്ള കാര്യമായിരുന്നു. അവരുടെ വിശ്വാസ നിശ്ചയദാർഢ്യവും കൃത്യമായിട്ട് ഈ ഒരു അവകാശ ബോധവും ഫലസ്തീൻ സ്വതന്ത്രം എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യവുമായിരുന്നു ഇതിന് പിന്നുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ജനതയെ വീണ്ടും ഞങ്ങൾ ആയുധങ്ങൾ കൊണ്ടുവന്ന് ബോംബ് വർഷങ്ങൾ നടത്തി ഇല്ലാതാക്കും, കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അത് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കൂടിയാണ് ട്രംപ് പറയുന്നുള്ളത്. ഇനി സമാധാന കരാർ ഉണ്ടാക്കേണ്ടതിന്റെ നടപടികൾ കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇസ്രായേലുമായി ബന്ധപ്പെടാതെ തന്നെ നേരിട്ട് തന്നെ ഹമാസുമായിട്ട് അമേരിക്ക ചർച്ച നടത്തിയിരുന്നു. ഖത്തറിലാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. ഇതും ഇസ്രായേലിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് അമേരിക്ക നേരിട്ട് തന്നെ ഗസയിലെ ഹമാസുമായിട്ട് ചർച്ച നടത്തുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ, വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇസ്രായേൽ വീണ്ടും ആക്രമണങ്ങൾ തുടരുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോഴും അത്തരം ആക്രമണങ്ങൾ ഇതുവരെയും തുടർന്നിട്ടില്ല എന്ന് മാത്രമല്ല, രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനും ബന്ധപ്പെട്ട ഇസ്രായേലിനും അമേരിക്കയ്ക്കും മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ജനതയെ കൊന്നൊടുക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും ഗസയിലെ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നും അത് അവരിൽ നിന്നും തിരിച്ചു പിടിക്കണമെങ്കിൽ ആ ജനതയെ മുഴുവൻ കൊന്നൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ ട്രംപ് മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അത് ഇറാനുമായി ബന്ധപ്പെട്ടാണ്. ഇറാനുമായി നിരന്തരം സംഘർഷമുഖത്തായിരുന്നു അമേരിക്കയും ഇസ്രായേലും എന്നുള്ളത്. പക്ഷേ ഇറാനിയൻ ആത്മീയ നേതാവ് അലി ഖമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കത്തെഴുതിയിരിക്കുകയാണ്. അതിൽ പറയുന്നുള്ളത്, ഞങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണ്, പരസ്പരമുള്ള ചർച്ചകൾക്ക് തയ്യാറാവണമെന്നാണ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ 2 കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് പ്രത്യേകമായിട്ട് പറയുന്നുള്ളത്. ഒന്ന്, ഹമാസിനും അതുപോലെ തന്നെ ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പറ്റില്ല എന്നുള്ള ഒരു നിലപാട് ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഈ ചർച്ചകൾ സാധ്യതയില്ലാത്ത സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. അഥവാ ഫലത്തിൽ ഇറാനോടും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളോടും യുദ്ധത്തിൽ ഏർപ്പെടുമെന്ന് പറയുകയും പ്രത്യക്ഷത്തിൽ അങ്ങനെ പറയുകയും പക്ഷേ മറ്റൊരു സ്ഥലത്ത് അതിനുള്ള പരിഹാരങ്ങൾ തിരയുകയുമാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഗസയിലും ആവർത്തിച്ചിരിക്കുന്നത്. തുടർച്ചയായുള്ള ആക്രമണങ്ങൾ കൊണ്ടോ അധിനിവേശങ്ങൾ കൊണ്ടോ ഈ ഫലസ്തീനിയൻ ജനതയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതുപോലെ തന്നെ അധികാരമേറ്റെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആകെത്തുകയുള്ള ഉത്തരം. തീർച്ചയായും ഫലസ്തീൻ എന്നുള്ള സ്വതന്ത്ര രാജ്യം പിറവികൊള്ളുമെന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നുള്ളത്, ലോകം പ്രതീക്ഷിക്കുന്നുള്ളത്.